സംസ്ഥാന ബിജെപിക്ക് ഇനി പുതിയ മുഖം. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാകും. കോർ കമ്മിറ്റിയിൽ കേന്ദ്ര നേതൃത്വം പേര് നിർദ്ദേശിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ വൈകാരിക പ്രസംഗവുമായി കൊടിക്കുന്നിൽ സുരേഷ് MP. താൻ നിൽക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിൽ. കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കാമെന്നും കൊടിക്കുന്നിൽ. പലതരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടെന്നും തുറന്നു പറച്ചിൽ പരാമർശം VD സതീശനും രമേശ് ചെന്നിത്തലയും വേദിയിലിരിക്കെ. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട കാറ്ററിംഗ് ഉടമ ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണകാരണം തലച്ചോറിനേറ്റ ക്ഷതം. പ്രതി ജോമോനെ ബിജുവിന്റെ വീടിന് സമീപത്തെത്തിച്ചു തെളിവെടുത്തു. പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കൊല്ലം ചടയമംഗലത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചു. മരിച്ചത് CITU തൊഴിലാളി കലയം സ്വദേശി സുധീഷ്. കുത്തേറ്റത് ബാർലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായുള്ള വാക്ക് തർക്കത്തിനിടെ. സെക്യൂരിറ്റി ജീവനക്കാരൻ ജിബിൻ പോലീസ് കസ്റ്റഡിയിൽ. ചടയമംഗലത്ത് ഇന്ന് പ്രാദേശിക ഹർത്താൽ. കോഴിക്കോട് നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ 2 പ്രതികൾ പിടിയിൽ. ആനക്കുഴി സ്വദേശി റയീസിന്റെ പണം മോഷ്ടിച്ചത് ബുധനാഴ്ച. പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ്. കവർച്ചയുടെ CCTV ദൃശ്യം കേരള വിഷൻ ന്യൂസ്. എറണാകുളം വടക്കൻ പറവൂരിൽ ലഹരി മരുന്നിനായി വ്യാജ കുറിപ്പടി തയ്യാറാക്കിയതിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് പറവൂർ സ്വദേശിയായ നിക്സൺ, സനൂപ് എന്നിവർ. ഇരുവരും വ്യാജ കുറിപ്പടി ഉണ്ടാക്കി നൈട്രോസെപ്പാം ഗുളികകൾ വാങ്ങി. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 42ാം ദിവസത്തിലേക്ക്. 3 പേരുടെ നിരാഹാര സമരവും തുടരുന്നു. ആശാപ്രവർത്തകർ നാളെ കൂട്ടനിരാഹാരത്തിൽ. സർക്കാരിനെതിരെ താമരശ്ശേരി രൂപതയുടെ ഇടയലേഖനം. ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും നിഷേധിക്കുന്നു. എയ്ഡഡ് നിയമങ്ങൾ അട്ടിമറിക്കുന്നുവെന്നും ഇടയലേഖനം. ലഹരിക്കെതിരെ കത്തോലിക്ക സഭ. പള്ളികളിൽ പ്രത്യേക സർക്കുലർ. സർക്കാരിന് പണം കണ്ടെത്താനുള്ള കുറുക്കുവഴിയാണ് മദ്യവിൽപ്പനയെന്ന് KCBC. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ മരിച്ച കുഞ്ഞിന് ന്യൂമോണിയ എന്ന് സ്ഥിരീകരണം. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. റിപ്പോർട്ടിൽ അണുബാധ കണ്ടെത്തി. കുഞ്ഞു മരിക്കാനിടയാക്കിയ സാഹചര്യം സംശയാസ്പദം. 1 മാസത്തിനിടയിൽ ജീവൻ നഷ്ടമായത് 2 കുഞ്ഞുങ്ങൾക്ക്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിൽ റിപ്പോർട്ട് പുറത്തുവിട്ട് സുപ്രീംകോടതി. കണ്ടെത്തലുകൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അന്വേഷണത്തിൽ. വിശദമായ അന്വേഷണം വേണമെന്ന് ചീഫ് ജസ്റ്റിസ്. കത്തിയ നോട്ടുകെട്ടുകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. 2 മാസത്തെ വിശ്രമം ആവശ്യമെന്ന് ഡോക്ടർമാർ. വത്തിക്കാനിലെ ജെമലി ആശുപത്രിയിൽ ജനാലയിലൂടെ ആശീർവദിക്കും. മാർപ്പാപ്പ ആശുപത്രി വിടുന്നത് 5 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദിനെ നേരിടും. മത്സരം വൈകിട്ട് 3:30 ഹൈദരാബാദിൽ. മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടവും ഇന്ന്.